നമുക്ക് സ്കൂൾ ബസ്സിൻ്റെ സർക്കിൾ ചെക്ക് എങ്ങനെയാണെന്ന് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഇന്ന് ഞാൻ എടുക്കുന്ന ബസ് ഈ ബസ്സാണ്. 2016 മോഡൽ തോമസ് ആണിത്. ബസ് കയറാം. സാധന സാമഗ്രികളൊക്കെ ഇവിടെ വെക്കാം നമുക്ക്. അതിനുശേഷം നമ്മുടെ ഗ്ലൗസ് എടുക്കാം. ഗ്ലൗസ് ഉണ്ടെങ്കിൽ നമ്മൾ എൻജിൻ്റെ അകത്തൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കയ്യിലഴുക്കാവില്ല. ഇവിടെ താക്കോലും വെക്കാം. ഇറങ്ങുന്ന സമയത്ത് ആദ്യം ഈ ഗ്രില്ലൊക്കെ നോക്കുക, ഫിക്സ്ഡ് ആണോ നോക്കുക, ഗ്ലാസ് പൊട്ടലും ഇതൊന്നുമില്ല നോക്കുക, ഈ സീലും അതുപോലെ ഇൻടാക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തുക. അത് കഴിഞ്ഞിട്ട് മിററൊന്ന് നോക്കുക, പിന്നെ 2 മിറർ ഇൻടാക്റ്റ് ആണെന്ന് നോക്കുക. പിന്നെ ഇവിടെ സേഫ്റ്റി സ്റ്റിക്കർ ഉണ്ട്, ഇത് എക്സ്പയർ ആയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇത് തുറക്കാം, കാരണം എൻജിൻ്റെ അടിയിൽ നോക്കണം നമുക്ക്. അതിൻ്റെ കൂടെ ടയർ നോക്കുക, മിനിമം 3 mm ഡെപ്ത് വേണം, ട്രെഡിൻ്റെ ഡെപ്ത് വേണം. പിന്നെ ലഗ് നട്ട്സ് നോക്കുക, ഇവിടുന്ന് ലീക്കില്ല എന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ അതിൻ്റെ അകത്തുനിന്ന് ബ്രേക്ക്, ഇത് ഹൈഡ്രോളിക് ബ്രേക്കാണ് വരുന്നത്, എയർ ബ്രേക്ക് അല്ല. അപ്പോൾ അതിന് ഓയിൽ ലീക്ക് ഉണ്ടോ നോക്കാം. ടയർ ഔട്ട് സൈഡ് കുഴപ്പമില്ല. അതുപോലെ അതിൻ്റെ കൂടെ തന്നെ ഈ മിറർ ഒന്ന് തൊട്ട് നോക്കാം. ഈ മിറർ തൊട്ട് നോക്കാം. നേരെ ഇപ്പുറ സൈഡ് വന്നിട്ട് ഈ ലാച്ച് അഴിച്ച് വെക്കുക. എന്നിട്ട് പതുക്കെ പിടിച്ചിട്ട് തുറക്കുക. തുറന്നു കഴിഞ്ഞതിന് ശേഷം ഇപ്പുറത്ത് വരിക. പിന്നെ മുകളിൽ നിന്ന് താഴോട്ടേക്ക് നോക്കുക, എല്ലാം ഉറപ്പ് വരുത്തുക കറക്റ്റാണെന്നുള്ളത്. ഫാൻ ഇറക്കി നോക്കുക, ബെൽറ്റ് നോക്കുക. സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു കാരണവശാലും തൊടാൻ പാടില്ല. ഫ്ലൂയിഡ്സ് നോക്കുക. ഇത് നമുക്ക് കൂളൻ്റ് ഓക്കെയാണ്, വിൻഷീൽഡ് ഫ്ലൂയിഡ് ഓക്കെയാണ്. അതുപോലെ എയർ ഫിൽറ്ററിൻ്റെ മുകളിൽ ഒന്നും കുടുങ്ങിയിട്ടില്ല, ഇതിൻ്റെ റീപ്ലേസ്മെൻറ്റിൻ്റെ കാലാവധി ആയിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ പറയുന്നത് ട്രെയിനിങ് സമയത്ത് പറയുന്നത് എന്താ വെച്ചാൽ കുറച്ച് ഡേർട്ടി ആയിരിക്കുന്ന ബസ്സാണ് നല്ല ബസ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഷൈനി ആയി നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എവിടെയൊക്കെ ഓയിൽ ലീക്ക് ഉണ്ട്, അതുകൊണ്ടാണ് ഓയിൽ വന്നിട്ടാണ് ഷൈനി ആവുന്നത്. പിന്നെ നോക്കേണ്ടത് നമ്മുടെ ലീഫ് സ്പ്രിങ് 2 സൈഡും ബോൾട്ട് വെച്ചിട്ട് ഉറപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ ഇവിടെ യു ബോൾട്ട് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അത് ഇതിലും പറയുന്നത് എന്താ വെച്ചാൽ സ്മൈലിംഗ് ഫേസ് ഉള്ള ബസ്സാണ് ഹാപ്പി ബസ് എന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ ഈ ലീഫ് സ്മൈലിംഗ് ഷേപ്പിലാണ് ഉള്ളതെങ്കിൽ അതിൻ്റെ അർത്ഥം പക്ക വർക്കിംഗ് ആണെന്നാണ്. അതുപോലെ തന്നെ നമ്മൾ ഷോക്ക് നോക്കുക, ഷോക്കിൻ്റെ ഫ്രണ്ട് ടോപ്പും താഴെയും കണക്ട് ചെയ്തിട്ട് ഉറപ്പ് വരുത്തുക. നടുവ് കൂടെ ലീക്കില്ല ഉറപ്പ് വരുത്തുക. കാലിപ്പർ നോക്കുക, ടയറിൻ്റെ ഇൻസൈഡ് നോക്കുക, ABS ലൈൻ നോക്കുക, കാലിപ്പർ ഒന്ന് ഇതാക്കി നോക്കുക. പിന്നെ ക്വാർട്ടർ പിൻസ് നോക്കുക. ഇവിടെയും ക്വാർട്ടർ പിൻസ് ഉണ്ട്, അതിപ്പോൾ ഉണ്ട്. പക്ഷെ ഇപ്പോൾ നമുക്ക് എന്തായാലും ചെക്ക് ചെയ്യാൻ പറ്റില്ല, അത് വേറെ വഴിയൊന്നുമില്ല. അതുപോലെ ഇപ്പുറത്തെ സൈഡ് വരിക, ടയർ നോക്കുക, മിനിമം 3 mm ട്രെഡ് ഉണ്ട് ഇവിടെ. അതുപോലെ നട്ട്സ് നോക്കുക, ഇവിടെ ലീക്കൊന്നുമില്ല. അതുപോലെ തന്നെ എയർ ക്യാപ്പൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് ഫ്ലൂയിഡ് ഇവിടെ കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല. ഇവിടെ 3 മിനിമം ലെവലുണ്ട്. അതുപോലെ നമ്മുടെ പവർ സ്റ്റിയറിംഗ് ഫ്ലൂയിഡ് ഇവിടെയും വിത്തിൻ ലെവലുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ട്രാൻസ്മിഷൻ ഫ്ലൂയിഡ് നോക്കാം. ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലൗസ് ഇടുന്നത്. നേരെ വലിച്ചെടുത്തു. വിത്തിൻ റേഞ്ചിൽ തന്നെ ഉണ്ട് ട്രാൻസ്മിഷൻ ഫ്ലൂയിഡ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എൻജിൻ ഫ്ലൂയിഡ് നോക്കാം. എൻജിൻ ഓയിൽ, ഇതും വിത്തിൻ റേഞ്ച് തന്നെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള ഒന്നും ഹാങ് ചെയ്യുന്നില്ല, വയർ തൂങ്ങിക്കിടക്കുന്നില്ല, പൈപ്പ് തൂങ്ങിക്കിടക്കുന്നില്ല, അങ്ങനത്തെയൊക്കെ നമുക്ക് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ ഒന്ന് സ്റ്റിയറിങ്ങിൻ്റെ കോളിങ് തിരിച്ചിട്ട് അവിടെ കറങ്ങുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ അപ്പർ സൈഡ് നോക്കിയ പോലെ തന്നെ ക്വാർട്ടർ പിന്ന്, ബ്രേക്ക് ലൈന്, ABS ലൈന്, കാലിപ്പർ, നമ്മുടെ ലീഫ്, ഷോക്ക്, ഇതൊക്കെ നോക്കുക. എല്ലാം ഓക്കെയാണെന്ന് ഉറപ്പ് വരുത്തുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് കൂടി ക്ലോസ് ചെയ്യാം.
ജസ്റ്റ് ഒന്ന് ബസ്സിൻ്റെ അടിയിൽ കൂടെ നോക്കാം നമുക്ക് വല്ല ലീക്കും ഉണ്ടോ എന്ന്. ലീക്കൊന്നും കാണാനില്ല. അപ്പോൾ നേരെ നമുക്ക് ബസ്സിൻ്റെ അകത്തേക്ക് പോകാം. തിരിച്ചിട്ട് ബസ്സിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരു പണി കൂടിയുണ്ട്. വണ്ടി അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഡോർ തുറക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇത് ഇങ്ങോട്ടാക്കണം. ഇതിങ്ങോട്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ സ്വിച്ചിൽ മാത്രമേ നമ്മുടെ ഡോർ വർക്ക് ചെയ്യുള്ളൂ. ഇനി തിരിച്ച് വന്നിട്ട് വണ്ടീൻ്റെ അകത്ത് കയറി നമ്മൾ പിന്നെ ചെക്കിൻ്റെ ബാക്കപ്പ് ബ്രൂസ്റ്റ്. വണ്ടി സ്റ്റാർട്ടാക്കാതെ ബ്രേക്ക് പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബാക്കപ്പിൻ്റെ ബ്രേക്കിൻ്റെ ശബ്ദം വരണം. അതായത് വണ്ടി ഓഫാണെങ്കിലും ബ്രേക്ക് വർക്ക് ചെയ്യും. അതിനോട്ടുള്ള സാധനമാണിത്. ചാവി ഇട്ടു. ഗ്ലോ പ്ലഗിൻ്റെ വേണമെങ്കിൽ അത് കഴിയുന്നവരെ വെയിറ്റ് ചെയ്യാം. വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞാൽ 4-വേ ഫ്ലാഷ് ഓൺ ആക്കാം നമുക്ക്. എന്നിട്ട് ഡോറ് ക്ലോസ് ചെയ്തെന്ന് ഉറപ്പ് വരുത്താം. ഡോർ ക്ലോസ് ചെയ്യാനുള്ള സ്വിച്ച് ഇതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആംബർ വാണിങ്, ഇതാണ് നമ്മുടെ AFL എന്ന് പറയുന്നത്, ഓൾട്ടർനേറ്റിംഗ് ഫ്ലാഷിംഗ് ലാമ്പ്. അതായത് നമ്മുടെ മുകളിലെ ഓറഞ്ചും റെഡും ആ ബസ്സിലൊക്കെ കാണുന്നില്ലേ, അതുപോലെ ഓറഞ്ചും റെഡും ലൈറ്റ് ഉണ്ടാവും. അതിപ്പം ഡോർ അടച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രോസ് ഓവർ മിററിൽ നോക്കി കാണാൻ പറ്റും യെല്ലോ ലൈറ്റ് കത്തുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഡോറ് തുറന്നു അത് മാറിയിട്ട് റെഡായി മാറി. ഓക്കെ, നമുക്കിനി ഔട്ട് സൈഡിലേക്ക് പോവാം. അപ്പോൾ നേരെ പഴയ ഗ്ലൗസ് എടുത്തിട്ട് അതിൻ്റെ കൂടെ മഡ് ഫ്ലാപ്പ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തി ഇതും തൊട്ട് നോക്കി, ഗേറ്റ് തൊട്ട് നോക്കി, കുഴപ്പമൊന്നുമില്ല. ഇനി ഫ്രണ്ട് മുകളിൽ നിന്ന് നോക്കാം. മുകളിലെ ലൈറ്റുകളൊക്കെ കത്തുന്നുണ്ട്, റെഡ് ലൈറ്റ് കത്തുന്നുണ്ട്. അവിടെ സ്കൂൾ ബസ് സൈനേജ് ഉണ്ട്, വിൻഷീൽഡ് ക്രാക്കൊന്നുമില്ല, വൈപ്പർ ഓക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ഹുഡ് ഓക്കെയാണ്, ഗ്രില്ല് ഓക്കെയാണ്, ലൈസൻസ് പ്ലേറ്റ് ഉണ്ട്. അടിയിലൊന്ന് നോക്കാം വണ്ടി സ്റ്റാർട്ടായതിനു ശേഷം. ലീക്കൊന്നും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ ഹെഡ്ലൈറ്റ് കത്തുന്നുണ്ട്, ഫ്ലാഷേഴ്സ് കത്തുന്നുണ്ട്, ഇൻഡിക്കേറ്റേഴ്സ് കത്തുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സൈഡിലേക്ക് വരും. ഈ സൈഡിലേക്ക് വന്നിട്ട് മുകളിലെ ലൈറ്റുകളൊക്കെ ഉറപ്പ് വരുത്തുക കറക്റ്റാണെന്ന്. ബോഡിക്ക് ഡാമേജുകളൊന്നുമില്ല, ഗ്ലാസ്സൊക്കെ ഉണ്ട്, അവിടെ കറക്റ്റായിട്ടുണ്ട്, ഒന്നും ഡാമേജൊന്നുമില്ല. അതുപോലെ തന്നെ നമുക്കൊരു റിഫ്ലക്റ്റീവ് റെക്റ്റാങ്കിൾ ഷേപ്പിലൊരു ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്, അതും ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതിപ്പോൾ കാണാൻ ഞാൻ കാണിച്ചു തരാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മിറർ നോക്കുന്നു, മിററിനും ഇൻടാക്റ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്യൂസ് ബോക്സ് തുറക്കണം. ഫ്യൂസ് ബോക്സ് അല്ല, സോറി, ബാറ്ററി ബോക്സ് തുറന്നിട്ട് ബാറ്ററി ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക, ലൂസല്ലെന്ന് ഉറപ്പ് വരുത്താം. ഇത് കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്യാം. നമുക്ക് ക്ലോസായി. അതുപോലെ നമ്മുടെ സ്റ്റോപ്പ് ആം ഇവിടെ വന്നു, ലൈറ്റ് കത്തുന്നുണ്ട്. അതുപോലെ അടഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടെ രണ്ട് റിഫ്ലക്ടേഴ്സ് വരുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ റിഫ്ലക്റ്റീവ് ടേപ്പ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടിയിലൊന്ന് നോക്കാം. അടിയിൽ നോക്കിയിട്ട് ഒന്നും തൂങ്ങിക്കിടക്കുന്നില്ല. അപ്പുറത്തെ ടയർ, ഉള്ളിലെ ടയർ പഞ്ചറായിട്ടില്ല എന്നൊക്കെ ഉറപ്പ് വരുത്തുക. അത് കഴിഞ്ഞിട്ട് ഈ ടയർ നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ വല്ലതും കൂടി കിടക്കുന്നുണ്ടോ നോക്കാം. ഒന്നും കൂടി കിടക്കുന്നില്ല. അതുപോലെ നട്ട്സ് കറക്റ്റാണോ നോക്കാം. ഇവിടുത്തെ നട്ട്സ് കറക്റ്റാണോ നോക്കാം. അതിലോ ഹബ്ബിന്ന് ലീക്കൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ എയർ വാൽവ് നോക്കുക, അത് രണ്ടും ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. എയർ ലീക്കിൻ്റെ സൗണ്ടൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തുക. റിം ഓക്കെയാണ് നോക്കുക. മഡ് ഫ്ലാപ്പ് ഉണ്ട്. എല്ലാം നമ്മൾ പുറകിലേക്ക് വന്നു, ലൈറ്റൊക്കെ കത്തുന്നുണ്ട്. ഇവിടെ നോക്കുന്നതും നമ്മുടെ ക്ലിയറൻസ് ലൈറ്റൊക്കെ കറക്റ്റായിട്ട്, ഓൾട്ടർനേറ്റിംഗ് ഫ്ലാഷിംഗ് ലാമ്പ് വർക്ക് ചെയ്യുന്നുണ്ട്. സ്കൂൾ ബസ് ലൈനേജ്, എമർജൻസി ഡോറിൻ്റെ സൈനേജ് അതൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് എമർജൻസി ഡോറിൻ്റെ സൈനേജ് ഉണ്ടാവും. ചില ബസ്സുകളിൽ പുറത്തായിരിക്കും, ചില ബസ്സിൽ ഉള്ളിലായിരിക്കും, കമ്പനി മാറുന്നതനുസരിച്ചിട്ട്. അപ്പോൾ എല്ലാം ഉണ്ട്. ഈ സൈനേജ്, മാക്സ് ഫൈൻ അതൊക്കെ സൈനേജ് വേണം. അതുപോലെ ഡു നോട്ട് പാസ് വെൻ റെഡ് ലൈറ്റ് ഫ്ലാഷിംഗ് അതൊക്കെ വേണം. നമുക്കിനി ഡോറ് തുറന്ന് നോക്കാം. ഡോറ് തുറക്കുമ്പം ഈ ബാക്കപ്പ് ലൈറ്റ് കത്തും. ബാക്കപ്പ് ലൈറ്റ് തുറന്നു കഴിഞ്ഞാൽ തുറക്കുക, അവിടെ ലോക്കായി. ചില ബസ്സിന് സീൽ ഇവിടെ ആയിരിക്കും, ചില ബസ്സിന് സീൽ ഇവിടെ ആയിരിക്കും. അപ്പോൾ സീൽ നോക്കുക, കറക്റ്റാണെന്ന് നോക്കുക. അടിയിലൊന്നും ബ്ലോക്കായി കിടക്കുന്നില്ല, നമ്മുടെ കൂളൻ്റ് ലീക്കില്ല. കാരണം ഹീറ്ററിന് യൂസ് ചെയ്യുന്ന കൂളൻ്റ് ആണല്ലോ, അതൊക്കെ ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുക. അടച്ച് നമ്മൾ നേരെ ഇപ്പുറത്ത് സൈഡ് വരും. ഇപ്പുറത്ത് സൈഡ് വരുമ്പോൾ നമ്മുടെ
ക്ലിയറൻസ് ലാമ്പൊക്കെ വർക്കിംഗ് ആണ്. അതുപോലെ തന്നെ അപ്പർ സൈഡ് നോക്കിയ പോലെ തന്നെ ഇപ്പർ സൈഡ് നോക്കുക. ബോഡിക്ക് ഡാമേജ് ഇല്ല, റെക്റ്റാങ്കിൾ ഉണ്ടോ ഇതൊക്കെ നോക്കുക. അതുപോലെ ഇവിടെയും ഉണ്ട് റിഫ്ലക്റ്റീവ് ടേപ്പ്, ഇവിടെയും റിഫ്ലക്റ്റീവ് ഒട്ടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഡീസൽ ബസ്സാണ്, അതുകൊണ്ട് നമുക്ക് തുറന്ന് നോക്കാം. ഈ ക്യാപ്പ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്താം. പ്രൊപ്പേൻ്റെ ബസ്സാണ്, നമ്മൾ തുറന്ന് നോക്കാൻ പാടില്ല. മഡ് ഫ്ലാപ്പ് ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ ടയർ കുഴപ്പമില്ല. പുല്ല് വല്ലതും കൂടി കിടക്കുന്ന നോക്കാം, ഒന്നും കൂടി കിടക്കുന്നില്ല. ലഗ് നട്ട്സ് ഇവിടുത്തെ നട്ട് നോക്കാം, ലീക്കേജ് ഒന്നുമില്ല. എയർ വാൽവ് ക്യാപ്പ് പ്രസൻ്റ് ആണ്, മിസ്സിങ് ഒന്നുമില്ല. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡ് നടിയിൽ നോക്കിയ പോലെ തന്നെ ഇവിടെയും നോക്കുക. അപ്പുറത്തെ സൈഡിലെ ടയർ, ഉള്ളിലെ ടയർ പഞ്ചറായിട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ്. അത്രയും കാര്യങ്ങളാണ് നമുക്ക് പുറത്ത് നോക്കാനുള്ളത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അകത്ത് വരുന്നു. നമ്മൾ ഡോറടച്ചു. ഇനി നമ്മൾ ഒന്നുകൂടി ആംബർ ലൈറ്റ് ഓൺ ആക്കും. കാരണം എന്താ വെച്ചാൽ നമ്മൾ പുറകു വശത്ത് യെല്ലോ ലൈറ്റ് നോക്കിയിട്ടില്ല, വർക്ക് ചെയ്യുന്നുണ്ട് നോക്കിയിട്ടില്ല. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു വേറൊരു കാര്യം കൂടിയുണ്ട്. അതില്ല, നമുക്ക് ബ്രൂം എടുക്കാം. ബ്രൂം, യെസ്. ബ്രൂം അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. കാണാനില്ലത്. ബ്രൂം എടുത്ത് നമ്മൾ ബ്രേക്കിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ബ്രേക്കിൻ്റെ മുകളിൽ പ്രസ് ചെയ്ത് പിടിച്ച് ഇതൊന്ന് ടൈറ്റാക്കി ഓക്കെ. ബ്രേക്കിലേക്ക് ആയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ സീറ്റുകളൊക്കെ ഒന്ന് പരിശോധിക്കണം. സീറ്റുകൾ വലിച്ച് പോകുന്നുണ്ട് ഇവിടെ. ഒന്നും ലൂസല്ല എന്ന് ഉറപ്പ് വരുത്തണം. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു ഡീപ്പ് ബ്രെത്ത് എടുക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മുടെ എക്സോസ്റ്റിൻ്റെ സ്മെല്ല് അകത്തേക്ക് വരുന്നുണ്ടല്ലോ. കാരണം ഈ സീല് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ എക്സോസ്റ്റിൻ്റെ സ്മെല്ല് അകത്തേക്ക് വരുമല്ലോ. അപ്പോൾ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി നമ്മൾ തുറന്നിട്ട് ഈ AFL, മുകളിലുള്ള AFL മഞ്ഞ കത്തുന്നുണ്ട് നോക്കാം. മഞ്ഞ കത്തുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു. അതുപോലെ നമ്മൾ ബ്രേക്കിൻ്റെ മുകളിൽ ആ ബ്രൂം വെച്ചുകൊണ്ട് ബ്രേക്ക് ലൈറ്റും കത്തുന്നുണ്ട്, നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റി. അടച്ചു. അതുപോലെ തിരിച്ചു പോകുന്ന സമയത്ത് സീറ്റിൻ്റെ താഴ്വശം ലൂസാണോ നോക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എമർജൻസി എക്സിറ്റും തുറന്ന് നോക്കും. തുറന്ന് നോക്കി വർക്കിംഗ് ആണ്. അതുപോലെ ഈ സൈഡ് നോക്കി വർക്കിംഗ് ആണ്. നോക്കി 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 അതിൻ്റെ കൂടെ നമുക്കിവിടെ ഒരു സാധനമുണ്ട്. ഇത് എക്സിറ്റ് ആക്കിക്കണം. ഇത് വെച്ച് ഇവിടുന്ന് പ്രത്യേകം തുറന്ന് വരും. നമ്മൾ അടച്ച് വെക്കാം. അത് ഇതായി ഇതായി ഇതായി. പിന്നെ ഇപ്പുറത്തേക്ക് വന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ പക്കയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബ്രൂം കണക്ട് ചെയ്ത് വെച്ചത് ഒഴിവാക്കി വെക്കാം. ഓക്കെ. ഇനി നമുക്ക് വരുന്ന സേഫ്റ്റിയുടെ കാര്യങ്ങൾ. സേഫ്റ്റിയിൽ ആദ്യം വരുന്ന ട്രയാങ്കിൾ, പിന്നെ നമ്മുടെ ഇതിൻ്റെത് പച്ചേനടുപ്പിച്ചായിരിക്കണം ഈ ഫയർ എക്സ്റ്റിങ്ഷണർ ഉണ്ടാവേണ്ടത്. പിന്നെന്താ നമുക്ക് ഒരു സീറ്റ് ബെൽറ്റ് കട്ട് വരുന്നുണ്ട്. സീറ്റ് ബെൽറ്റ് കട്ട് ഉണ്ടായിരിക്കണം. പിന്നെ പഴയ ബസ്സുകളിലൊക്കെ ആക്സ് ഉണ്ടായിരുന്നു. നമ്മുടെ എമർജൻസി എക്സിറ്റ് പൊട്ടിക്കാനാണെന്ന് തോന്നുന്നു. അതിപ്പോൾ ഇപ്പോഴത്തെ ബസ്സുകളിലൊന്നും ഇല്ല. വേറൊന്നും മിസ്സായോ? സേഫ്റ്റി ട്രയാങ്കിൾ ഇത് ഒന്നുകൂടി ഉണ്ടല്ലോ. നമ്മൾ ഫസ്റ്റ് എയ്ഡും ഇതിൻ്റെ അകത്തുണ്ട്. ഇതിന് സീലുണ്ടാവും. ആ സീല് പൊട്ടിക്കഴിഞ്ഞാൽ മാറ്റുന്നതാണ് റൂള്. പിന്നെ അടുത്ത് വരുന്ന നമ്മൾ പേപ്പർ വർക്കാണ്. ഡിസ്കോ എന്ന് പറയും. അതായത് ഡിസ്കോ എന്ന് വെച്ചാൽ ഡ്രൈവർ ലൈസൻസ്, ഇൻഷുറൻസ്, സേഫ്റ്റി സ്റ്റിക്കർ, CVOR കമേഴ്ഷ്യൽ വെഹിക്കിൾ ഓണേഴ്സ് ഓപ്പറേറ്റേഴ്സ് രജിസ്ട്രേഷൻ, പിന്നെ നമ്മുടെ ഓണേഴ്സ് പേപ്പർ, നമ്മുടെ ഓണർഷിപ്പ് പേപ്പർ, അതായത് നമ്മുടെ RC ബുക്കില്ലേ, ആ കാര്യങ്ങൾ നോക്കുന്നത്.
നമുക്ക് ഡോറ് തുറക്കാം. ഇൻഷുറൻസ് പേപ്പറുണ്ട്, ഒരു കാര്യങ്ങളൊക്കെ നോക്കാം, ഉറപ്പ് വരുത്തിയിട്ട് പിന്നെ വരുന്നതാണ് നമ്മുടെ ബസ്സിൻ്റെ ഒരു ഇത് എഴുതുന്ന കാര്യം, ഡെയിലി റിപ്പോർട്ട് എഴുതുന്ന കാര്യം. അപ്പോൾ അതിൽ കയറിയിട്ട് നമ്മൾ ഇന്നത്തെ ഡേറ്റ് വെച്ചിട്ട് ആരാണ് ചെയ്തതെന്നൊക്കെ ഒന്ന് മെൻഷൻ ചെയ്ത് നോക്കാം. അതാണ് നമ്മുടെ സർക്കിൾ ചെക്കിൽ വരുന്ന കാര്യങ്ങൾ.